മനുഷ്യന് ഈ ഭൂമിയിൽ ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയെ തെറ്റി ഒഴിയുവാൻ ഇന്നത്തെ നമ്മുടെ പണത്തിനോ പ്രതാപത്തിനോ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ സമ്പത്തിനോ ഈ ലോകത്തിന് യാതൊരു കാരണമെന്ന് ചോദിച്ചാൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുമ്പോൾ ധനത്തേക്കാൾ വിലയുള്ള ആത്മാവ്, നിത്യമായ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്ന ദൈവത്തെ മറന്നു പോകരുത്. കാരണം മനുഷ്യന് നിത്യരക്ഷ നൽകുവാൻ വേണ്ടി, നിത്യമായ രക്ഷ നൽകാൻ പാപമില്ലാത്തവനാകുന്ന, കളങ്കമില്ലാത്തവനായിരിക്കുന്ന നിത്യനാകുന്ന ദൈവം ഈ ഭൂമിയിൽ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുലക്കളത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരമായി, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു പാപം പോലും ഏശാത്ത യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തിനു വേണ്ടി 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകളിൽ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു നിത്യമായ രക്ഷ തരാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഈ രക്ഷ തികച്ചും സൗന്ദര്യമാണ്. ഈ നിത്യമായ രക്ഷ നാം കരസ്ഥമാക്കാതെ പോയാൽ നമ്മൾ നിത്യമായ നരകത്തിൽ പോകും. ഈ നരകവും നിത്യമാണ്. അതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, ഇത് ദൈവം ഉണ്ടാക്കിയതാണ്. ആർക്ക് വേണ്ടി ഉണ്ടാക്കി? ദൈവത്തെ അനുസരിക്കാതെ ബിംബങ്ങളിൽ പ്രശംസിക്കുന്ന, വിഗ്രഹത്തെ ആരാധിക്കുന്ന, ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ നരകം ഉണ്ടാക്കിയത്. അതൊരു മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഇഷ്ടത്താൽ വന്നതാണ് ഈ നരകം. ഈ നരകത്തിൽ പോകുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും കള്ളിനും കഞ്ചാവിനും വിഗ്രഹാരാധനയ്ക്കും മന്ത്രവാദത്തിനും ഈ ലോകത്തിൽ തോന്നിയാസം ജീവിക്കുന്നവരെ വേരും കൊമ്പ് ശേഷിക്കാതെ നിത്യമായ നരകത്തിൽ തള്ളിയിടും. അതിനുള്ള വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം പറയുന്നത്, ഇത് 2ാമത്തെ മരണം. ഈ മരണത്തിൽ പങ്കില്ലാത്തവൻ ഭാഗ്യവാനാണ്. കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം കൊണ്ട്, ഈ ശരീരം മണ്ണ് നടത്തുന്നതുകൊണ്ട് അത് മണ്ണിലേക്ക് പോകണം. അതിന് മരണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ്, നിത്യമായ ആത്മാവിനെ നൽകിയിട്ടുണ്ട്. അത് യേശുവിന്റെ ആത്മാവാണ്. ഈ ലോകത്തിന്റെ സകല മനുഷ്യന് രക്ഷ നൽകുവാൻ വേണ്ടി ഈ ഭൂമിയിൽ, ഈ താരലോകത്തിൽ ഇറങ്ങി വന്ന നിത്യരക്ഷകനാകുന്ന ആ നിത്യരക്ഷയെ നാം കരസ്ഥമാക്കാതെ പോയാൽ, ഇന്ന് നമ്മൾ പറയുന്ന അമ്പലത്തിൽ പോയത് കൊണ്ടോ, പള്ളിയിൽ പോയത് കൊണ്ടോ, വഴിപാട് നടത്തിയത് കൊണ്ടോ, മത്സരശേഷം പ്രാർത്ഥന നടത്തിയതുകൊണ്ടോ, ബാക്കിയുള്ള ക്രിയ നടത്തിയത് കൊണ്ടോ നമ്മൾക്ക് മോക്ഷപ്രാപ്തി നേടാൻ കഴിയത്തില്ല.